ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രദ്ധിക്കുക. കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്പാമായി പോകുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്ത് വച്ചേക്കണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് മൈദാ മാവാണ്. നമുക്ക് ക്വാണ്ടിറ്റി എത്ര എണ്ണം വേണം അതനുസരിച്ചിട്ടുള്ള മൈദാമാവ് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഇച്ചിരി കൂടെ ലൂസായിട്ട് കുഴച്ചെടുക്കുക. ബറോട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാവുന്നതാണ്. ശേഷം നല്ല രീതിയിൽ കുഴച്ച് എന്നിട്ട് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അടച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ശേഷം നമുക്കിത് ബോളായിട്ട് ഉണ്ടാക്കി ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാവുന്നതാണ്. ശേഷം അത് നടുക്കൂടെ ഒരു കട്ട് കൊടുത്ത് ഇങ്ങനെ ചുറ്റിച്ച് എന്നിട്ട് ഇത് വീണ്ടും എന്താക്കുക പരത്തിയെടുക്കുക. വീണ്ടും ഒന്ന് നല്ല രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് 3 മുട്ട ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്, പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലെക്സ്, മല്ലിയില എന്നിവ മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കുക. ശേഷം നമ്മളിപ്പോൾ പരത്തി വച്ചിരുന്ന ആ മാവ്, നമ്മളിപ്പം ചപ്പാത്തിക്ക് പരത്തിയതുപോലെ പരത്തി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് മുക്കി നമുക്ക് ദോശ പാനിലോട്ട് ഇടാവുന്നതാണ്. ഇങ്ങനെ മുക്കിയതിന് ശേഷം പാനിലോട്ടിട്ട് ചുട്ട് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോന്നും ഇതിൻ്റെ പുറത്ത് എണ്ണ തടവി കൊടുക്കുക. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം. ഇതിന് കറി വേണമെന്നില്ല. നല്ല വെറൈറ്റിയാണ്, അടിപൊളിയാണ്, കഴിക്കാനൊക്കെ നല്ല സൂപ്പറാണ്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യുക. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കാണുമ്പം തന്നെ നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എഗ്ഗ് കറിയോ എന്ത് കറി വേണമെങ്കിലും യൂസ് ചെയ്യാം. കറി ഇല്ലാതെയും കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഇത്രയേ ഉള്ളൂ.